ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് അഞ്ജിതയുടെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഈ അഞ്ജിതയുടെ വീഡിയോ സത്യം പറഞ്ഞാൽ അഞ്ജിത ചാനൽ തുടങ്ങിയിട്ട് ഒരു 10 വർഷമായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അഞ്ജിത നായർ ആ കാലഘട്ടത്തിൽ ഞങ്ങൾ അത് കഴിഞ്ഞ് ചാനൽ തുടങ്ങി. ഞാനൊക്കെ തുടങ്ങിയിട്ട് 5-6 വർഷമായി. ആ സമയത്ത് തുടങ്ങിയ എല്ലാവരും റിയാക്ട് ചെയ്ത ഒരു സംഭവമാണ് അഞ്ജിതയുടെ ഈ ലൈവിൽ വന്നുള്ള കാട്ടിക്കൂട്ടലുകൾ. അന്ന് അഞ്ജിത ശരീരമൊക്കെ വെച്ച് കെട്ടുന്നതെന്നും പറഞ്ഞുള്ള ഒരു കമന്റ് ആയിരുന്നു. ആ കമന്റിന് മറുപടി പറച്ചിലായിരുന്നു കൂടുതലും വീഡിയോകള്. വെച്ചുകെട്ടല്ല, ഒറിജിനലാന്നും പറഞ്ഞു. അപ്പൊ അന്ന് ജാസ്മിൻ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇതുപോലെ കുറെ തലേണോ എന്തൊക്കെയോ വെച്ച് കെട്ടി വന്നിട്ട് അനുകരിച്ച് വീഡിയോ ചെയ്ത് കളിയാക്കിയായിരുന്നു. പുള്ളിക്കാരത്തേക്ക് അന്ന് സ്ട്രൈക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അഞ്ജിത നായർ. എല്ലാവർക്കും ഇല്ല, ചിലർക്കൊക്കെ സ്ട്രൈക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പേഴ്സണലായിട്ട് ആ കുട്ടി വളരെ പാവമൊക്കെ ആയിരിക്കും. പക്ഷെ പൈസ ഈ ആഡംബര ജീവിതം നയിക്കണമെങ്കിൽ ഈ ഒരു സെയിൽസ് ഗേളായിട്ട് പോയാൽ പറ്റിയല്ലോ. അതുകൊണ്ട് പൈസയോടുള്ള ആർത്തി കൊണ്ട് തന്നെയാണ്. ആ കൂടെ ഉണ്ടായിരുന്ന ചേച്ചി ആദ്യകാലത്തൊക്കെ വളരെ ഡീസന്റ് ആയിട്ട് ആദ്യകാലത്തൊക്കെ വീഡിയോ എടുത്തു കൊടുക്കാൻ നിന്നെന്ന് തോന്നുന്നു. പിന്നീട് കൂടെ കൂടിയെങ്കിലും വലിയ കുഴപ്പമില്ലാതെ ഇപ്പൊ വന്ന് അഞ്ജിതയെ മാറ്റി നിർത്തുന്ന രീതിയിലുള്ള വൃത്തിയുടെ ചേച്ചിയായി. ഇതിനിടയ്ക്ക് ചേച്ചിക്ക് ഒരു ഭർത്താവ് ഒരു കുട്ടിയുണ്ടായിരുന്നു. ഇപ്പൊ അവർ കൂടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പൊ നിലവിൽ സബ്സ്ക്രിപ്ഷനോടെ തുടങ്ങിയ പിന്നെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടിയിട്ടുണ്ട് അഞ്ജിത നായരും ചേച്ചിയൊക്കെ. അപ്പൊ അതിന്റെ കൂടെ നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ അച്ഛനും കൂടെ വരുന്നുണ്ട് ലൈവിൽ. അച്ഛൻ ലൈവിൽ വന്നിട്ട് എന്ത് ചെയ്യാനാണാവോ എന്നറിയത്തില്ല. ഇവർ ചേർത്ത് ഇനിയും വല്ല ലെസ്ബിയൻ പരിപാടിയൊക്കെ ആയിരിക്കും. എന്താണേലും സബ്സ്ക്രിപ്ഷൻ രംഗത്ത് അഞ്ജിത നായർ പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ ചെറിയ കളിയൊന്നും പോരാ. ഇപ്പൊ അഞ്ജിത നായർ വന്ന് മീൻ മാർക്കറ്റിൽ മത്തി ചാളയ്ക്ക് ഏതെടുത്താലും എന്നൊക്കെ പറയല്ലേ, അല്ലെങ്കിൽ കടന്നു വരൂ 10 രൂപ മാത്രം എന്നൊക്കെ പറഞ്ഞ് മീൻചന്തയില് ആൾക്കാര് സ്ത്രീകളും ഉണ്ടാവും മീൻ വിൽക്കാൻ വേണ്ടി ഇരിക്കാറുണ്ട്. ആ ലെവലില് ശരീരം വിൽക്കാൻ വേണ്ടി കടന്നു വരൂ എല്ലാവരും എടുക്കൂ, അഡാർ ലൈവ് സ്വന്തം ശരീരം ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ വേണ്ടി കിടന്നിങ്ങനെ മത്തിക്കച്ചവടം പോലെ മാംസക്കച്ചവടത്തിന് വേണ്ടി ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഇങ്ങനെ അലയ്ക്കുവാണ്. ചേർത്തി നിത്യം അലയ്ക്കുവാണ്. കടന്നു വരൂ അഡാർ ലൈവ് എന്ന് പറഞ്ഞു. ഒരു സ്ത്രീയായി ജനിച്ചവർക്ക് ഇവരുടെ ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ തോന്നിപ്പോകും കേട്ടോ. സത്യമായിട്ടും എന്തൊക്കെയോ തോന്നിപ്പോകും. ഇവർ അതുപോലെയാ മാംസക്കച്ചവടം നടത്തുന്നത്, മത്തിക്കച്ചവടം നടത്തുന്നു അല്ലെ, ഏതെടുത്താലെന്ന് പറയാറില്ലേ, അല്ലെങ്കിൽ 10 രൂപ അത് തന്നെ. അല്ലെങ്കിൽ എന്താ പറയാ, പോട്ടർമാര് സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ട് ഭയങ്കര സ്പീഡ് കൊടകര എന്നൊക്കെ പറയുന്ന നവാസ അത് പറയുമായിരുന്നല്ലോ ഒരു സിനിമ. അതേപോലെയൊക്കെ ഇന്നത്തെ കോമഡി ആയിട്ട് തോന്നും. പക്ഷെ കോമഡി ആയിട്ട് നമ്മൾ ചിരിച്ചാലും അയ്യോ ഇതിന്റെ പൊന്നോ അതൊന്ന് ആലോചിച്ച് കഴിയുമ്പോഴേ സ്വന്തം ശരീര അവയവങ്ങൾ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി അഡാർ ലൈവ് 5 മണിക്ക് കടന്നു വരൂ. അയ്യോ എന്തുവായി കാണിക്കുന്നത് ഒന്ന് കണ്ടു. അഡാർ സ്പെഷ്യൽ ലൈവ് ഇനി വരാൻ പോവാണ്. നാളെ നമ്മൾ പൊളിച്ചെടുക്കാൻ പോണ അമ്മ അതിൽ അഡാർ സ്പെഷ്യൽ ലൈവ് കാണാൻ താല്പര്യം സബ്സ്ക്രിപ്ഷൻ പൊളിച്ചെടുക്കാൻ നമുക്ക് സ്പെഷ്യൽ ലൈവ് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമായിട്ട് ഞങ്ങൾ രണ്ടാളും സ്പെഷ്യൽ ലൈവ് ഇറക്കുന്നുണ്ട്. അപ്പൊ അഡാർ ലൈവ് കാണാൻ താല്പര്യം ഇതിൽ പ്രത്യേകം വെച്ചാൽ അച്ഛനും കൂടി വരുന്നുണ്ട് ഈ ലൈവിൽ. അപ്പൊ ഗൈസ് മറക്കണ്ട ഈ സബ്സ്ക്രൈബ് അഡാർ വീഡിയോ മണ്ണിന് പറ്റുന്ന നാളെ ഞങ്ങൾ പുലർച്ചയ്ക്ക് വന്നിരിക്കും. സ്പെഷ്യൽ ലൈവ് ഇറക്കിയിരിക്കും. സ്പെഷ്യൽ ലൈവ് ഓക്കെ അഡാർ ലൈവ് കേട്ടാ. എന്തായാലും അഞ്ജിത നായർ വെച്ച് കെട്ടൊന്നുമല്ല, ഒറിജിനലാന്നൊക്കെയാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം മെമ്പർഷിപ്പ് ലൈവിലെ ആൾക്കാരെ ആണുങ്ങളെ പറ്റിച്ച് ആൾക്കാരെല്ലാം അഞ്ജിത നായരെ കുറിച്ച് ഞരമ്പന്മാരുടെ പരാതി എന്താണെന്ന് ചോദിച്ചാൽ കുറെ കാലമായി അവള് പറ്റിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ കാണിക്കും പറഞ്ഞ് അവള് തുടങ്ങിയിട്ട് കുറെ നാളായി. ഇതുവരെ അവൾ ഒന്നും കാണിച്ചിട്ടില്ല. ഇതാണ് അവിടെ കമന്റ് ബോക്സിലുള്ളത്. ഞാനിത് കമന്റ് വായിച്ചിട്ടുള്ളതാണ്. ഇത് തുടങ്ങിയിട്ടിപ്പം അഞ്ജിത തുടങ്ങിയിട്ടിപ്പം 10 വർഷം ആയി കാണുമെന്നായിരിക്കും. അന്ന് തൊട്ട് ഇതൊന്ന് കാണാൻ പറ്റുമെന്നും പറഞ്ഞാണ് ഇറങ്ങുന്നത്. ചില ഒരിടയ്ക്ക് തമ്പനയില് ഇത് ഇന്ന് ഞെട്ടിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാഴ്ച കാണും എന്ന് പറഞ്ഞ തമ്പനയിൽ അത് മാത്രം. അപ്പൊ അത് പറയുന്ന അനുസരിച്ച് ജനം അങ്ങോട്ട് ലൈവില് ഇരച്ചു കയറുകയായിരുന്നു ആ കാലഘട്ടത്തിൽ. എന്താണേലും ആ കുട്ടി ആ കാലഘട്ടത്തിൽ വളരെയധികം വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഈ സബ്സ്ക്രിപ്ഷൻ ഈ 5 മണിക്ക് വെക്കുന്നതിന്റെ ഉദ്ദേശം എന്താന്നുള്ളത് മനസ്സിലായില്ലേ. വീട്ടിലെല്ലാരും കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ് വെക്കാനായിരിക്കും അല്ലെ. ഏതായാലും 5 മണിക്കൊക്കെയാണ്. അപ്പൊ ഈ ലൈവിലൂടെ ഈ പറയുന്ന പോലെ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ മേലനങ്ങാതെ വിയർപ്പ് വരാതെ ഈ പൈസ ഇങ്ങനെ മാസം കിട്ടിക്കഴിയുമ്പോഴേ അങ്ങോട്ടൊരു മാതിരി ബാധ കയറുന്ന പോലെ ആവേശമായിരിക്കും അല്ലെ. അല്ലെങ്കിൽ ഒരു അഭിമാനമുള്ളവരാണെങ്കിൽ ഒരു സെയിൽസുകളായിട്ട് പോലും 10 രൂപ കിട്ടും. പക്ഷെ അവിടെ പോയാൽ ഒന്ന് ഇരിക്കാൻ പോലും പറ്റില്ല, നിന്ന് തന്നെ നിൽക്കണം. സെയിൽസുകളൊക്കെ ഇരിക്കാൻ അവർ സമ്മതിക്കില്ല പല കടകളിലും, കാരണം ക്യാമറയൊക്കെ ഉണ്ട്.
അവരെപ്പോഴും നോക്കും. പിന്നീട് ഈ കസ്റ്റമേഴ്സിനോട് ഉള്ള കോണ്ടാക്ട് അതിനൊക്കെ നല്ല ചീത്ത വെക്കും. വലിയ വലിയ കടകളിലൊക്കെ അങ്ങനെയാണ്. അപ്പൊ കഷ്ടപ്പാട്, ഹാർഡ് വർക്കാണത്. നമ്മളങ്ങനെ സഹിച്ചു നിൽക്കണം. പക്ഷെ ഇതെന്ന് പറയുമ്പോ എന്താ, മുറിയുടെ വാതിലടച്ചിടുക, അങ്ങോട്ട് തുണി പറിച്ചിട്ട് കാണിക്കുക, 2 തുള്ളല് മാസം 5 ലക്ഷങ്ങൾ, അല്ലാതെ 5000 അല്ല, ലക്ഷങ്ങൾ ഇങ്ങോട്ട് വരും. മേലനങ്ങാതെ വേർക്കുകയും വേണ്ട. ക്യാമറയിൽ ഇപ്പൊ വന്നിരിക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഞങ്ങളൊക്കെയാണെ പോലും ചിലപ്പോൾ റീടേക്ക് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇവരെ സംബന്ധിച്ച് എന്താണ്, ഒരു തേങ്ങയില്ല, ഒന്നുമില്ല. മറ്റേ അശ്വിനി ഇന്റർവ്യൂവിന്റെ അകത്ത് പറയുന്ന കേട്ടപ്പോ എനിക്ക് ചിരിയാവുന്നേ. അയ്യോ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എന്താണ് ബുദ്ധിമുട്ട്? അല്ല, ഞാൻ അരകല്ലാൽ അരയ്ക്കുന്ന ഭാഗമൊക്കെ എടുക്കാൻ പറഞ്ഞു. ആൾക്കാർ പറയുന്ന ഭാഗമാണ് എടുത്തത്. അപ്പൊ മുണ്ടും ബ്ലൗസും വയറും മാറും കാണിച്ച് വേണം അരയ്ക്കാൻ. ഏത് അരകല്ലെ പണ്ട് അമ്മച്ചിമാരൊക്കെ അരയ്ക്കുന്ന മാതിരി അരയ്ക്കും, പക്ഷെ അതിന് തോർത്തൊന്നുമില്ല. അപ്പൊ എല്ലാം കാണിച്ച് വേണം അങ്ങോട്ട് അരയ്ക്കാൻ. ഇത് ഞാൻ വളരെ കഷ്ടപ്പെട്ടെടുത്തത്. എന്താ കഷ്ടപ്പാട്? അല്ല, എന്നെ അവിടെ കൊതു കുത്തുന്നുണ്ടായിരുന്നു. അതാണ്, എനിക്ക് വല്ല ഡെങ്കിപ്പനിയും വന്നു പോയാൽ എന്ത് ചെയ്യും? അപ്പൊ അത് കഷ്ടപ്പാടല്ലേ. അത് തന്നെയല്ല, ഈ അരകല്ലിൽ അരയ്ക്കുക എന്നുള്ളത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് അരയ്ക്കുന്നത്. അപ്പൊ അരകല്ല് അതിന് മുന്നേ കഴുകേണ്ടി വന്നു. ഇതെല്ലാം ചെയ്ത് ഈ അശ്വിനിയുടെ അമ്മയൊക്കെ കാലങ്ങൾക്ക് മുന്നേ വരെ ഈ മിക്സി വരുന്നതിന് മുന്നേ എല്ലാ അവളുമാരും ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന, ഇന്നത് പറയുമ്പോൾ, ഇപ്പോഴത്തെ തലമുറ അത് പറയുമ്പോൾ അരകല്ലെ അരയ്ക്കുക എന്നൊക്കെ പറയുന്നു. അയ്യോ, എനിക്കറിയാവുന്ന ചില വീട്ടുകാരിൽ ഇപ്പോഴും ചില പുരുഷന്മാര് മിക്സിയിൽ അരച്ചാൽ കഴിക്കലാത്ത ആൾക്കാർ ഇപ്പോഴും നിലവിലുണ്ട്. ചില കാരണവന്മാര് അരകല്ലിൽ അരച്ചത് മതി എന്ന് പറയുന്നവരുണ്ട്, അങ്ങനെ അരച്ചു കൊടുക്കുന്നവരും ഉണ്ടെന്നുള്ളതാണ് ഇപ്പോഴും. ഇങ്ങനെയൊക്കെ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഇവരൊക്കെ ന്യൂജൻ പിള്ളേരൊക്കെ പറയുമ്പോ അരകല്ലിലൊന്ന് തൊടുന്നവന് വളരെ പണിയാ. ഞാൻ അത്രയും കഷ്ടപ്പെട്ടില്ലേ എന്നാ അവര് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നവരെ, ഇപ്പൊ അശ്വിനിയെ നമ്മൾ പറയുവാണെങ്കിൽ ആ കുട്ടി UK പോയി പഠിച്ച കൊച്ചാ. നല്ല വിദ്യാഭ്യാസമുണ്ട്, കാഴ്ചക്ക് നല്ല ഭംഗിയുണ്ട്, നല്ല വിദ്യാഭ്യാസവും ഭംഗിയും ലോകപരിചയം, അതായത് ട്രാവൽ വ്ളോഗ് എടുക്കുമായിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ എല്ലാം ഉള്ള കൊച്ചാണ്. ഇതെല്ലാം കഴിഞ്ഞ് മാർക്കറ്റിംഗ് ജോലിയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കൊച്ചിന് തോന്നിക്കാണും, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇത്രയല്ലേ കിട്ടുള്ളൂ, സ്വന്തം ശരീരം അങ്ങ് മാർക്കറ്റ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ കിട്ടില്ലേ എന്ന് തോന്നിയിട്ടായിരിക്കും ആ കുട്ടി ആ പരിപാടിയിലേക്ക് ഇറങ്ങി. അപ്പം വേർക്കാതെ കുറുക്ക് വഴികളിലൂടെ കാശുണ്ടാക്കണമെന്ന് ആരാഗ്രഹിക്കുന്നോ അവരെ സംബന്ധിച്ച അഭിമാനം, മാനം എന്നുള്ള സംഗതി ചുരുട്ടിക്കെട്ടി ദൂരേക്ക് എങ്ങനെ എറിയും. അത് എറിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇവർ ഈ വേഷം കെട്ട് നടത്തുന്നത്. അപ്പം അഞ്ജിതയുടെ ചേച്ചിയുടെ ഭർത്താവ് കൂടെ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇനി കൂടെ നിന്നിട്ട് ഈ ലക്ഷങ്ങൾ വരുമ്പോൾ കണ്ണടയ്ക്കുന്നതാണോ എന്നുള്ള അറിയില്ല. എന്താണേലും ഈ രംഗത്ത് വളരെയധികം യുദ്ധം നടന്നുകൊണ്ടിരിക്കുക, മത്സരം. സബ്സ്ക്രിപ്ഷൻ നമ്മുടെ രേണുസുതി വരെ അത്യാവശ്യമൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അശ്വിനി രണ്ടാമത് തുടങ്ങിയിട്ടുണ്ട് സബ്സ്ക്രിപ്ഷൻ. പിന്നെ മെമ്പർഷിപ്പ് ലൈവിന്റെ ഇഷ്ടംപോലെ മെമ്പർഷിപ്പ് ലൈവില് എല്ലാവരും മത്തിക്കച്ചവടം, ചാളക്കച്ചവടം പോലെ ഇരുന്നിങ്ങനെ വില പേശില്ല. 10 രൂപ അടയ്ക്ക് ഞാൻ നാളെ കേട്ട മെമ്പർഷിപ്പ് ലൈവ് അത് കയറുന്നില്ലേ, നീ പോ ഇങ്ങനെ പറയുന്നു. എന്റെ ദൈവമേ, കേൾക്കണം കേട്ടോ. ശരീര വിൽപ്പനയ്ക്ക് വേണ്ടി ഇങ്ങനെ വില പേശി ഇങ്ങനെ വിലയിട്ടിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. എങ്ങനെ മലയാളി പെൺകുട്ടികൾക്ക് അല്ലെ മലയാളി സ്ത്രീകൾക്ക് ഇതെങ്ങനെ ഇങ്ങനെ ആകാൻ സാധിക്കുന്നു എന്നുള്ള ഒരു അതിശയം നമുക്ക് തോന്നുന്നു. സോഷ്യൽ മീഡിയയുടെ സ്വാധീനം. സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം കാരണം പലരുടെ ലൈഫ് പോയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഇന്നില്ലേ, ഇവരൊക്കെ വല്ല പണിക്കുണ്ടാകും, ഭർത്താവ് കൂടെ ഉണ്ടാവും, മക്കൾ കൂടെ ഉണ്ടാവും, എല്ലാവരും കൂടെ ഉണ്ടാവും. ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കൊണ്ട് മേലനങ്ങാതെ പൈസ ഉണ്ടാക്കാവുന്നതുകൊണ്ട് ഇവരെല്ലാം ഇങ്ങനെയൊക്കെ കോലം കിട്ടുമ്പോൾ ഇവരുടെ യഥാർത്ഥത്തിൽ ഈ പൈസയോടുള്ള ആർത്തി മാത്രമേ കിട്ടുന്നുള്ളൂ. ബാക്കി തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരുടെ ബന്ധങ്ങളും ജീവിതങ്ങളും എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാം നഷ്ടപ്പെടും. പിന്നെ ചില വിരുദ്ധന്മാര് അവന്മാർക്ക് വിയർപ്പിന്റെ അസുഖമുള്ളതുകൊണ്ട് ഇതുപോലെ ഭാര്യമാരെ കൊണ്ട് പണിയെടുപ്പിച്ചും അല്ലെ കാമുകിമാരെ കൊണ്ട് പണിയെടുപ്പിച്ചും ഇങ്ങനെയൊക്കെ കഴിയുന്ന ചില വിരുദ്ധന്മാരുണ്ട്. അവരെയൊന്നും നമ്മൾ ആൺ വർഗത്തിൽ കൂട്ടില്ല. ആൺ വർഗമാണെ അവനവന്റെ ഒരു പെണ്ണിന്റെ പർദ്ദയിട്ട് നടത്താൻ പറ്റുമെങ്കിൽ അത് ചെയ്യിക്കും പുരുഷന്മാർ. അങ്ങനെ അവനവന്റെ ഒരു സ്ത്രീ അല്ലെ അവനവന്റെ ഒരു ഭാര്യ അല്ലെ അവനവന്റെ പെങ്ങള് വഴിയാ നടന്നു പോകുമ്പോൾ ഒരു പട്ടി പോലും നോക്കുന്നത് അവർക്ക് സഹിക്കില്ല. യഥാർത്ഥ പുരുഷന്മാർക്ക് സഹിക്കത്തില്ല. അത്രയും നോക്കുമായിരുന്നു. അങ്ങനെയുള്ള ബ്രദർമാരുണ്ട്, എനിക്കറിയാവുന്ന ചിലരൊക്കെ ഉണ്ട്. പെങ്ങള് വലുതായി സാരി ഉടുക്കേണ്ട പ്രായം എത്തിയിട്ട് സാരി ഉടുപ്പിക്കാൻ സമ്മതിക്കല്ലാത്തൊരു സഹോദരൻ. അതെന്താന്ന് വെച്ചാൽ സാരി ഉടുത്താൽ വഴിയെ പോകുമ്പം ഇടത് സൈഡ് വഴി വയറ് കാണും. അപ്പൊ അങ്ങനെ ആൾക്കാർ കാണുന്നത് ഈ സഹോദരന് സഹിക്കില്ലാത്തതുകൊണ്ട് സാരി ഉടുക്കാൻ സമ്മതിക്കില്ല. കല്യാണത്തിന് സാരി ഉടുക്കേണ്ടി വരുമല്ലോ. അപ്പൊ കല്യാണത്തിന് സാരി ഉടുത്തിട്ട് ആ ആൽബത്തില് വയറ് കാണുന്ന ഫോട്ടോകളൊക്കെ ഉള്ള ആ ഫോട്ടോ മുഴുവൻ വലിച്ചു കീറിക്കളഞ്ഞ സഹോദരനുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെയാണ് സഹോദരന്മാരാണേലും അങ്ങനെയാണ് ഹസ്ബൻഡ് ആണേലും.
പക്ഷേ ഇപ്പൊ കേരളത്തിൽ കുറെ ഹസ്ബൻഡുമാരുണ്ടായിട്ടുണ്ട്, നമ്മൾ കണ്ടതാണല്ലോ, ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ ചില അച്ഛന്മാരും ഉണ്ടായിട്ടുണ്ട്. ഈ അച്ഛൻ ഇത് എന്തിന്റെ അസുഖമാണെന്ന് അറിയത്തില്ല. ഈ അഞ്ജിത നായരുടെ അച്ഛൻ ലൈവിൽ വന്ന് എന്തുണ്ടാക്കുമെന്ന് നമുക്കറിയില്ല. പിന്നെ ഇതിന്റെ അകത്ത് പറയേണ്ടത്, പ്രവാസികളായിട്ടുള്ള ആൾക്കാരും അല്ലാത്തൊരു ഈ പെൺകുട്ടികളൊക്കെ നടത്തുന്ന ഈ 5 മണിക്കത്തുള്ള ലൈവ് കാണാൻ വേണ്ടി ഉറക്കളച്ച് പണി കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുക പോലും ചെയ്യാതെ ഈ 399 299 ഒക്കെ കൊടുത്ത് അധ്വാനിച്ച് വേർപ്പൊഴി ഉണ്ടാക്കുന്ന കാശ് കൊടുത്തിട്ട് ഇവര് കിടന്ന് എന്താ ഇവര് കാണിക്കുന്നത്, മേളിക്കുന്നത്? ഇവര് കാണിക്കുന്നത് എന്ത് കാണാനുള്ള? ഈ ചമ്പെല്ലാം മാംസമെല്ലാം അവിടെ ഉരുട്ടി പുരട്ടി വെച്ചിരിക്കുന്ന മൊത്തം പോയിരുന്ന് കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കും. വീട് പട്ടിണിയാകുന്ന ഇവന്മാരറിയുന്നുണ്ടാവില്ല. കഴിഞ്ഞ ദിവസം കമന്റ് വന്ന പോലെ ഇവളുമാരുടെയൊക്കെ ലൈവിൽ പോകുന്ന ദരിദ്രവാസികളുടെ വീട്ടിലിരിക്കുന്ന ഭാര്യമാരെ പറ്റി ആലോചിച്ചിട്ടാ എന്ന് എന്റെ ചാനലിൽ കമന്റ് ഉണ്ട്. എന്റെ ഒരു ഫ്രണ്ട് പോലുള്ള ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട്. അതാണ് അതിന്റെ സത്യം. ഇവന്മാരുടെയൊക്കെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെയാണ് തപ്പിപ്പിടിച്ച് ഇവന്മാരൊക്കെ ഇങ്ങനത്തെ ലൈവ് കാണുന്നുണ്ടല്ലോ, നല്ല പണി കൊടുക്കണം അവന്മാർക്കിട്ട്. ഞാൻ അതേ പറയുള്ളൂ. കാരണം എന്ത് കാണാനാണ് ഈ പോകുന്നത്? വെറുതെ അധ്വാനിക്കുന്ന കാശ് കളയാൻ വേണ്ടി, പിടുങ്ങിയെടുക്കാൻ വേണ്ടി ഇവളുമാർ വന്ന് ചുമ്മാ അരി അരയ്ക്കുന്നു, അലക്കുന്നു, അരി ആട്ടുന്നു, ഇങ്ങനെ മറ്റേ ഏഴുമല പൂഞ്ചോല പാടുന്നു. എന്റെ നാളാവും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.